ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേ രാവിലെ ഒരു 11 മണിക്കായിട്ടുണ്ടാവും. അപ്പോൾ ദേ അഞ്ചുമാമി ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ടൊമാറ്റോ ജ്യൂസ്. ഞങ്ങളെല്ലാവരും അത് കുടിച്ച് നാമിയും അമ്മച്ചനും കൂടി പുറത്തുനിന്ന് കളിക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിഷ്ണു ക്ഷേത്രത്തിലേക്ക് വന്നാട്ടോ. ഞങ്ങൾ ഒരു അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം ഒന്ന് കഴിയുക, ലാസ്റ്റ് ഡേയാ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നാട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോൾ അന്തമാമനും മക്കളും കഴിച്ച് പോകുന്നുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ ദേ ഞാനും സജമാമനും അഞ്ചുമാമനും നാമിയും അമ്മയും പാപ്പയും കൂടിയിട്ടാണ് വന്നത്. ഞങ്ങൾ ഓട്ടോ തന്നെ വന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അമ്മ എനിക്ക് വേണ്ടിയിട്ട് കൂടി ഇരിക്കുന്നുണ്ടാണ്, ഞാൻ നാമീൻ്റെ അടുത്ത് കാരണം. പിന്നെ ഞാൻ ആദ്യം നാമിക്ക് കൊടുത്ത് അവൾ കഴിച്ച് കഴിഞ്ഞാൽ അവളെ അമ്മേൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ അവൾ അത്യാവശ്യം കഴിക്കുക ചെയ്യട്ടോ. അമ്പലത്തെ ഫുഡ് അവൾ എത്ര ആണെങ്കിലും കഴിച്ചോളൂ. വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കാൻ ഇച്ചിരി വാശി. പുറത്ത് കൊണ്ടായിട്ട് കാക്കനെയും പൂച്ചേനെയും ഒക്കെ കണ്ടാലേ അവൾ കഴിക്കുള്ളൂ. അമ്പലത്തിൽ നിന്നാകുമ്പോൾ എല്ലാവരും ചുറ്റിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ അവളെ കൂട്ടത്തിൽ ഇങ്ങനെ കഴിക്കട്ടോ. അവൾക്ക് ചോറും സാമ്പാർ കേട്ടോ ഭയങ്കര ഇഷ്ടം. സാമ്പാർ, ദോശ, ഇഡ്ഡലി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൾ കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ പായസം ഉണ്ടായിരുന്നു കേട്ടോ. പായസം അവൾ നല്ല കുടിക്കട്ടോ. അങ്ങനെ പാൽപ്പായസവും ശർക്കര പായസം ഉണ്ടായിരുന്നു. ഞങ്ങൾ തുമ്പത്തെ തീർന്നു. പിന്നെ പാൽപ്പായസം കുടിച്ച് ഞങ്ങൾ അവിടെ ഇറങ്ങി. പിന്നെ വരുന്നതായിട്ട് അന്തമാമിൻ്റെ അവിടെ കയറിയിട്ടാണ്. അവിടെ കയറിയിട്ട് നാം ഈ മോട്ടേജിൻ്റെ കൂടെ അങ്ങനെ വണ്ടി ഓട്ടി കളിക്കുകയാണ്. കുറേ നേരം വണ്ടി ഓട്ടി കളിച്ച് പിന്നെ നേരെ ഓട്ടോയിലേക്കാട്ടോ പോയത്. അകത്തിരുന്ന് കുറച്ച് കളിച്ച് മതിയായി, പിന്നെ നേരെ പുറത്തേക്ക്. അപ്പോൾ മോൾട്ടേജി ഡ്രൈവറാണ് നാമി ഓട്ടോയുടെ ഇടുക്കി കയറി കളിച്ചിട്ടോ. അങ്ങനെ അവിടുന്ന് നാരങ്ങളൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിട്ടോ. പിന്നെ വീട്ടിലെത്തിയ ചായക്ക് പകരം വൈകുന്നേരം വാങ്ങിയാണ് കഴിച്ച്. അത് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു ഉറക്കം കുറഞ്ഞ് നീച്ചേരതേ നാമിക്ക് അമ്മ ദോശയും ചായ കൊടുക്കട്ടോ. ദോശയും സാമ്പാറും ചായ. ആ സമയം കൂടെ ഞാൻ മേലേക്ക് വന്ന് മാറ്റാട്ടോ. ഇവർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ മേലെ വെച്ചിട്ട് അവിടെ മാറ്റിട്ടോ. അത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും സജിമാമനും അഞ്ചുമാമിയും റെഡി ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അമ്പലത്തിലേക്കാട്ടോ. അമ്പലത്തിലല്ല, അമ്പലത്തിൻ്റെ തൊട്ടടുത്തൊരു ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് പരിപാടി നടക്കുന്നുണ്ട്. മുൾട്ടീൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകട്ടോ. ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നത്. അച്ഛൻ്റെ ഡ്യൂട്ടിയിൽ കാരണം അച്ഛൻ ഡ്യൂട്ടിക്ക് പോയിട്ടോ. അപ്പോൾ ഈ ഒരു ഫാൻ കൊണ്ടുവന്നുകൊണ്ട് നല്ല ആശ്വാസം എങ്ങനെയാണ്. എനിക്ക് നല്ല ചൂട് തന്നെ അവിടെ. കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഡാൻസിൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ആക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ഞങ്ങൾ മുൾട്ടിക്കുട്ടിയുടെ ഡാൻസ്. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ആൾ സീറ്റിൽ വന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇരിക്കുമ്പോൾ അതേ ഒരു ചേട്ടൻ ഡ്രോൺ ആയിട്ട് വന്നിട്ട് ആ ചേട്ടൻ്റെ അമ്മേൻ്റെ അസിസ്റ്റൻ്റ് ആദ്യം ഒരു ഡാൻസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രോണൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കുറേ നേരം നോക്കിയിരുന്നു. അപ്പോൾ അമ്മ കുറേ നേരം എടുത്ത് നടന്നിട്ടോ നാമീനെ. ഒരു ചൂട് കാരണം ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നടക്കണോ അല്ലെങ്കിൽ നിൽക്കണോ അതൊക്കെ കഴിഞ്ഞിട്ടോ. അമ്മ കുറേ നേരം എടുത്ത് നിന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് അങ്ങനെ ആക്കി. പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ടായി കേട്ടോ. സജിമാമനും അഞ്ചുമാമയും രേഷ്മാമയും അന്തമാമനും പൊന്നുസോട്ടസും മോൾട്ട് ഞാനും അമ്മയും നാമിട്ടോ. അച്ഛൻ മാത്രമല്ല, അച്ഛൻ്റെ ഡ്യൂട്ടിയിലാണ് അച്ഛൻ പോയി. പിന്നെ ഇനി പ്ലേസ് കൊടുക്കലും കൂടി ഉള്ളൂ കേട്ടോ പരിപാടി. അപ്പോൾ ഞങ്ങൾ നിന്നില്ല കേട്ടോ. നാമിക്ക് ഉറക്കം വരുന്നത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീട്ടിലെത്തി മേലേക്ക് മാറ്റി ദോശയും ചായയും കഴിച്ച് കിടന്നു കേട്ടോ ചെയ്ത്. അപ്പം ഇന്നത്തെ വീഡിയോയിലുള്ളൂ. പുതിയ വീഡിയോ കണ്ടിരിക്കും.